കുടിച്ചായിരുന്നോ? ആ കുളിച്ചല്ലോ. കുളിച്ചല്ലോന്നല്ല, കുടിച്ചായിരുന്നോ? എന്നോട് എന്തിനാ ചോദിക്കുന്നത്? വേറെ ഒരുത്തിനും ഇവിടെ ഇല്ലേ? അവനോട് ചോദിക്ക്. അവന് തുടങ്ങി നിക്ക് നിക്ക് നിക്ക്, ഞാൻ ചോദിക്കാം പോരെ? ഞാൻ അവനോട് ചോദിക്കുന്നുണ്ട്. നീ ഇന്നലെ കുടിച്ചായിരുന്നു? ഇല്ല. അമ്മ അവന് ചോദിച്ചാ ആ ഓന്ന് പറഞ്ഞാ മതി. നിനക്കെന്നെ അറിയാലോ കാര്യങ്ങള്. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ഓക്കേ, ഗുഡ് ബോയ്. നീ ഉണ്ടായിരുന്നു. ആ നോക്കാം നോക്കാം. അമ്മ എന്റെ ഫയല് കണ്ടായിരുന്നിട്ടെങ്കിലും. ഒന്നുകൂടെ നല്ലപോലെ പിടിച്ചേ. ആ വാ തുറന്നേ. എവിടെയാ ചിരിച്ചേ? നോക്കിയിട്ട് വലിയ മാറ്റമൊന്നും കാണുന്നില്ലേ ചേച്ചി? അപ്പോൾ നമുക്ക് ഈ 1.5 വാടം വെച്ച് ചെയ്യുന്നത് അപ്പോൾ ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വല്ല മാറ്റവും വരുമായിരിക്കും. പിന്നെ ചേച്ചിക്ക് നോക്കാൻ പറ്റത്തില്ലെങ്കിലും അവനവിടെ കാണത്തില്ലേ? ഞാൻ കാണത്തില്ല, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ഡോക്ടറെ ഇന്നലെ കുറച്ച് മാലയില്ലേ അതെവിടെ? അത് വണ്ടിയില്ല. നാളെ കൊണ്ടുവരണേ. അവനെ ഒരു 5 തരുമോ? പെട്രോൾ അടിക്കാൻ. Seriously? ये क्यों? इतना एक्सपेंसिव होगा? Yeah, why not? നമ്മൾ ഇന്ന് എന്താ ബേബി ഓർഡർ ചെയ്യാൻ പോകുന്നെ? എന്ത് വേണം ഓർഡർ ചെയ്തോ, കുഴപ്പമില്ല. ഒരു ലാർജ് ബർഗറും ഒരു ഓരോ മിൽഷേക്കും ദേ 10 സാധനം. നോ ഓരോ മിൽഷേക്ക് മതി. പോകോ. അതെ, ഇവിടുത്തെ ബർഗർ കൊള്ളത്തില്ല. വേണ്ടേ? ഞാൻ എന്തോ ടിഷ്യൂ ടിഷ്യൂ വേണോ? ചോദിക്കാൻ മറന്നുപോയി. അച്ഛൻ എവിടെയാ വർക്ക് ചെയ്യുന്നത്?
ഡാഡി ഇപ്പോ കറന്റ്ലി എടി ഇങ്ങോട്ടാക്കടി. ഇൻഫോസിസ്. ഇപ്പൊ ഇൻഫോസിസ് കഴിഞ്ഞപ്പോ HCL കയറി. പിന്നെ വീട്ടിലാരൊക്കെയുള്ളേ? അമ്മയുണ്ട്. ചേട്ടനാ? ജ്യൂസ് കഴിഞ്ഞു, ഇനി എന്താ ചെയ്യാ? ഒരു ബർഗർ കൂടി ഓർഡർ ചെയ്താലോ? അയ്യോ വേണ്ട, ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കൊള്ളത്തില്ല, നമുക്ക് പുറത്ത് ഓർഡർ ചെയ്യാം. അവിടെ നല്ല സ്ഥലമുണ്ട് അല്ലേ? ആ പോവാം. Niku. Tan tan tan. പിള്ളേരുടെയൊക്കെ ഒരു കാര്യം. എന്തോന്നത്? അയ്യോ ഞാനല്ല, എനിക്കും എന്തോന്നത്? അമ്മയ്ക്കു നീയൊരു താരാട്ടുപാട്ടിൻ്റെ കൺമണി പൂങ്കരള്. വളര് കൈ വളര് തങ്ക പൂങ്കാൽ വളര് താഴമ്പൂമി വളര് നാളേക്കൊരു നിധിയല്ലേ നീ. കൈ വളര് തങ്ക പൂങ്കാൽ വളര് താഴമ്പൂമി വളര് നാളേക്കൊരു നിധിയല്ലേ നീ. മാനത്തെ അമ്പിളി തെല്ലുപോലെ മാറത്തിരിക്കും കുഞ്ഞുപൂവേ. വർഷവും താണ്ടി വരുമാ കാലങ്ങളൊക്കെയും താണ്ടി, വേനലും വർഷവും താണ്ടി വരുമാ കാലങ്ങളൊക്കെയും താണ്ടി, നീ നിൻ കടമകൾക്കു തിരി തെളിച്ചു വിജയിയാകുമോ? ഈ വഴിയിലാകെ വർണ്ണ ശോഭ വന്നുദിക്കുമോ? നീ എൻ്റെ ഓമന കുഞ്ഞേ, എന്നും മായാത്ത മഴവിൽ കുരുന്നേ. മാനത്തെ അമ്പിളി തെല്ലുപോലെ മാറത്തിരിക്കും കുഞ്ഞുപൂവേ. അമ്മയ്ക്കു നീയൊരു താരാട്ടുപാട്ടിൻ്റെ കൺമണി പൂങ്കരള്. എന്നോടില്ലേ, എന്നോട് ബാവ പറഞ്ഞ് ഞാൻ പൊട്ടനാണ്. ഞാൻ പൊട്ടനാണോ? ഇവിടെ ബാവില്ല. ഞാൻ അവിടെ പറഞ്ഞു ഞാൻ പൊട്ടനില്ല. നോക്കിട്ട് പിച്ചരോ വളര് കൈ വളര് തങ്ക പൂങ്കാൽ വളര് താഴമ്പൂമി വളര് നാളേക്കൊരു
ജോലിയുടെ കാര്യം എന്താ? നീ കുടിച്ചിട്ടുണ്ടോ അവിടെ? ജോലി സെറ്റ് ആവുമെന്ന് അറിയില്ല. അതല്ല ഞാൻ ചോദിച്ചേ, നീ കുടിച്ചിട്ടുണ്ടോ? നിന്നോടാ ചോദിച്ചത്. നീ ആദ്യം അതിന്റെ മറുപടി പറ. നീ കുടിച്ചിട്ടുണ്ടോന്ന്. നിനക്ക് ഇവിടുത്തെ ഉത്തരവാദിത്തം, ഇവിടുത്തെ ഒരു കാര്യങ്ങൾ നിനക്കറിയണ്ട. വേറൊരാളുണ്ട്, രാവിലെ ആകുമ്പോൾ സംഗീതം എന്ന് പറഞ്ഞൊരു പോക്കങ്ങ് പോകും. പിന്നെ ഇവിടെ എന്ത് നടക്കുന്ന പുള്ളിക്ക് അറിയണ്ട. ഇവിടെ ഒരു കൊച്ചിന്റെ ട്രീറ്റ്മെന്റ് ഉണ്ട്, അതിനുള്ള പൈസ, ഈ വീട്ടിലെ കാര്യങ്ങൾ, അവന്റെ കാര്യങ്ങൾ, ഇതെല്ലാം നോക്കാനും പ്ലാൻ ചെയ്യാനും ഞാനൊരാൾ നോക്കും. എല്ലാം പോട്ടു. അവന്റെ കാര്യം പിന്നെ ആരും നോക്കും. നീ വേറൊരു കാര്യം നോക്കണം. അവന്റെ കാര്യം അല്ലേ? നിങ്ങൾ ഇന്നൊരു എന്റെ കാര്യം കാണുമെന്ന് ചോദിച്ചിട്ടുണ്ടോ? ഓ എത്ര വന്ന് പറയുന്ന എന്തോന്നില്ല, ഒരു ബോധമില്ല. നീ ആരെ കുറിച്ചാ പറയുന്നത് നിനക്കറിയോ? അവൻ കുടിച്ചോ അല്ലെങ്കിൽ അതെങ്ങനെയാണ് നിങ്ങൾ കണ്ടത് പഠിക്കുന്നത്? നിന്റെ ജോലിയുടെ കാര്യം എന്തായിടെ? അതല്ലേ മനുഷ്യ ഈ പറയുന്നത്. കിട്ടിയില്ല. നീ ഇന്ന് കഴിച്ചോടെ? കഴിച്ചത് കണ്ടിട്ട് മനസ്സിലായില്ല. പോയിട്ട് ഫ്രഷ് ആയിട്ട് വാ. ഓക്കെ? അവനവൻ്റെ പ്രായത്തിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട്. നമ്മൾ എന്തിനാ അതിൽ നിൽക്കുന്നത്? കുറച്ച് നമ്മൾ ഇതായി കൊടുക്ക്. അല്ല അതിന്റെ പറയുന്നു പറഞ്ഞിട്ട് കാര്യം. കുടിച്ചാൽ വയറ്റ് കിടക്കണം. നീ ഓരോന്ന് ചെയ്തു കൂട്ടിയിട്ട് എനിക്ക് പണി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായേ? ഏതാ ബ്രാൻഡ് അടിച്ചേ? എന്നിട്ട് മതിയോ? ഇങ്ങനെയൊന്നും പറയില്ല, എനിക്ക് എന്തൊക്കെയാ തോന്നുന്നു. എനിക്ക് തോന്നണോ? ഒന്നും മിണ്ടായിരിക്കോ? അയ്യോ ബേബി അല്ല, ചക്കരയല്ലേ എന്റെ ചക്കര ആരാ? എന്റെ തൊക്കുട ആരാ? എന്റെ ബേബി ആരാ? ഞാനാ. നമ്മളെവിടെയാ നിർത്തിയേ? എടാ ചാവിയാണോ നോക്കുന്നേ? നീ എന്റെ ചാവി എടുത്തിരുന്നോ? എനിക്ക് പോണം. ചാവിതാ, കളിക്കല്ലേ സമയല്ല. ഞാനൊരു സാധനം കാണിച്ചിട്ടെ. നിനക്കൊരു കാര്യം പറയട്ടെ. പിന്നില്ലേ ഇന്ന് രാത്രി നമ്മളുണ്ടല്ലോ. നീ ഒരു കാര്യം ആലോചിക്കണം. നിന്നെ പോലെ നാളെ തിന്നിരിക്കല്ലേ ഞാൻ ഇവിടെ, മനസ്സിലായോ? എനിക്ക് വേറെ പണിയുണ്ട്. വിചാരിച്ചൊന്നും ശരിയാവുന്നില്ലേ? ഒന്നാമത് ഇവനൊരു ജോലി ശരിയായിട്ട് ട്രീറ്റ്മെന്റ് ഒക്കെ നോക്കാമെന്ന് വിചാരിച്ചു. അതിന്റെ ചെലവുകൾ അറിയാം. അതും ശരിയാവുന്നില്ല. കുറേ നാളായിട്ട് ട്രൈ ചെയ്ത് നിൽക്കില്ല, അതും നടക്കുന്നില്ല. പിന്നെ ഇവന്റെ ട്രീറ്റ്മെന്റ് അതുകൊണ്ട് മുമ്പോട്ട് പോകാനും പറ്റുന്നില്ല. എന്തു പറയാനാ? What's your name? Sir, my name is Mul, sir. What's your education? Sir, basic medicine, sir. What should we have you? Sir, I'm smart, I'm honest, I'll do all works as you see, and I മതി, അത്യാവശ്യം കോൺഫിഡൻസ് ഉണ്ട്.
കിട്ടുമായിരിക്കും. സർ സർ എക്സ്പീരിയൻസ് ഇല്ലല്ലേ? ഇല്ല സർ. അപ്പം ഇതിനു മുന്നേ എവിടെയും വർക്കും ചെയ്തിട്ടില്ലല്ലേ? ഇല്ല സർ. അല്ലാണ്ട് ഇതെന്താ ഒരു വർഷം ബ്രേക്ക് റെസ്യൂമിൽ? സാർ അതൊരു മെഡിക്കൽ റീസൺ ആയിരുന്നു, ഫാമിലി പ്രോബ്ലംസ്. ശരി. താങ്കൾ എത്രയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? 200. 200 തനിക്ക്? ഇവിടെ എനിക്ക് പോലും അത്രയും കിട്ടാറില്ല. പിന്നെ ഒരു എക്സ്പീരിയൻസിൽ തനിക്ക് എങ്ങനെ എൻ്റെ കമ്പനി 200 പ്രൊവൈഡ് ചെയ്യും? ഞങ്ങളെ കൊണ്ട് ഇപ്പോൾ മാക്സിമം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന 150 പേ ചെയ്യും. സർ അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ല, പോയിക്കോ. ഇവിടെ എവിടെ നിന്ന് ഇട്ടൂടെ ഇങ്ങനത്തെ ആൾക്കാരെ? എക്സ്പീരിയൻസും ഇല്ല, 200 സാലറിയും വേണം. ഇനിയെങ്കിലും ഇങ്ങനത്തെ ആൾക്കാരെ കയറ്റിയിടില്ലാത്തോ? ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ? ലൈഫൊക്കെ കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കണ്ടേ? ഇങ്ങനെ സീരിയസ് ആയി മിക്കവാറും ഞാൻ സീരിയസ് ആവും. ആവുന്നില്ലടോ, മൊത്തം പ്രശ്നം. ജോലിയൊന്നും സെറ്റ് ആവുന്നില്ല. പ്രശ്നങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. പിന്നെ ഡോക്ടറെ ഒന്നുമില്ല, താങ്കൾ ഡോക്ടറിലിടോ. ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് നീ എല്ലാം എന്നെ കാട്ടി മേടിക്കുന്നേ. ഞാനും വരുന്നു. പോയിട്ടെന്തേ ജോലിയൊക്കെ കിട്ടിയാ? ജോലി കിട്ടിയപ്പോൾ ഞാൻ തന്നോട് വന്ന് വെള്ളടിക്കോ? പിന്നെ പിടിച്ചില്ലാതെ ഞാൻ വീണേനെ. വെള്ളം അടിച്ചാൽ വയറ്റി കിടക്കണം, അല്ലാതെ തറയെ കിടക്കരുത് കേട്ടോ. തറയെ പോയേനെ. അതൊക്കെ പോയിട്ട് തമാശയൊക്കെ പോയിട്ട് ഇനി സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിക്കും. നിന്റെ ജോലി കാര്യമൊക്കെ എന്തായി? ശമ്പളമൊന്നും പോയടോ. ശമ്പളം പോലെ, അവിടുത്തെ കൊച്ചു പോലെ, മാനേജർ പോലെ, വേലക്കാരി പോലെ, ഇങ്ങനെയൊക്കെ പറഞ്ഞ എൻ്റെ അനിയൻ്റെ കാര്യം ആരും നോക്കും? അനിയൻ ചേട്ടാ, ഞാൻ കാനഡയ്ക്ക് പോവാം. എനിക്കിവിടെ പറ്റുന്നില്ല. എടാ നീ കാനഡയ്ക്ക് പോയാൽ പിന്നെ നിന്റെ അനിയൻ്റെ ആരും നോക്കൂടാ? എല്ലാവർക്കും അവൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, ആർക്കും എൻ്റെ കാര്യം നോക്കണ്ട. ഇപ്പം ഞാൻ ചേട്ടൻ പറഞ്ഞു തരുന്നത് ഞാൻ ഇപ്പം എൻ്റെ പ്രൊഫഷണൽ കരിയറൊക്കെ നിർത്തി അവനോട് അവിടെ കൂടി നടക്കാനാണ്. എടാ നിന്റെ അമ്മ എങ്ങനെയാണ് അവൻ ഒറ്റയ്ക്ക് നോക്കുന്നത്? അവൻ എന്തെങ്കിലും ചെയ്യട്ടെ ചേട്ടാ, എനിക്ക് അവനെ ഇഷ്ടമല്ല. എടാ ഒന്നുമില്ലേ, നിങ്ങൾ ഒരുമിച്ച് ജനിച്ചവരല്ലേടാ? ഒരുമിച്ച് ജനിച്ചു അന്ന് മുതൽ കാണാൻ തുടങ്ങി. ചില സമയത്ത് ഞാൻ വിചാരിക്കും അവനെ വെച്ചാൽ ഡാ മതി, ഓവറാക്കണ്ട. ഒന്നുമില്ലെങ്കിൽ അവൻ നിന്റെ അനിയനല്ലേടാ? ഹലോ, ഞാൻ അവിടെ പുറത്താ പറഞ്ഞേ. എന്താ? ചേട്ടാ, അച്ഛൻ വിളിച്ചു. വീട്ടിലെന്താ വള്ളിയാന്ന് തോന്നുന്നു. ഇനി എന്താണോ പുതിയ വള്ളി. സൂക്ഷിച്ചൊക്കെ വീട്ടിൽ പോണേ, നാളെ കാണാനുള്ളത്. ഓ ഞാൻ വിലകേറ്റു പൊക്കോ ചേട്ടാ. ഡോക്ടറെ
നിനക്കെന്ത് പറ്റി? എണീറ്റ് വാ. ആ ഞാൻ വരാം. പപ്പ ചെല്ലു. വാ, എണീറ്റ് വാ. ആ ഡ്രോയിങ്സ് ഒക്കെ നീ വരച്ചാണോ? അതോടുള്ള എന്താ മോന്റെ ഉദ്ദേശം? നിങ്ങളെ ലവല്ലേ അറിയാം, മനസ്സിലായി. ഒരു മിനിറ്റ്. നീ എന്താ ഇവിടെ പോയായിരുന്നു? ഇവിടെ തന്നെ നിൽക്കും, ഒരു സൗണ്ട് ആക്കരുത്, മനസ്സിലായോ? ഞാൻ പറയുന്ന റൂമിന് പുറത്തിറങ്ങരുത്, മനസ്സിലായോ? അവനാരാ? അവനെ കുറിച്ച് എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതോട് നമുക്ക് പിന്നെ ഒരു സഖ്യാലോ. വേണ്ട. അല്ല, അവന്റെ കാര്യമാണ് അത്. ഇന്നെന്തോ വേണ്ട. ഞാൻ ഡ്രോപ്പ് ചെയ്യണം? വേണ്ട, ഞാൻ ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നീ ഇവനെ കുറിച്ച് എന്താ നേരത്തെ എന്നോട് പറയാഞ്ഞേ? അല്ല, ഇറ്റ്സ് ഫൈൻ.
ടേക്ക് കെയർ ഓഫ് ഹിം. എന്താണ് നിന്റെ പ്രശ്നം? നീ ജനിച്ചപ്പോ തൊട്ട് നീ എനിക്ക് പണിയാൻ തുടങ്ങി. നീ മേലെ എന്റെ വലിയ കാര്യത്തിൽ നീ ഇടപെടാൻ വന്ന ഈ വീടിന്റെ ഒരു മൂലക്ക് കയറിയിരുന്നാണോ? മനസ്സിലാ? നീ ബഹളം വെക്കുന്നത് പേടിയത് തുറക്കും. നിനക്ക് എങ്ങനെ തോന്നിയില്ല ഇങ്ങനൊക്കെ ചെയ്യാൻ? അതിലെല്ലാം നിന്റെ അനിയനല്ലേ? മോനെ, ചേട്ടൻ വരുമ്പോ മരുന്നെടുത്ത് തരാൻ പറയണേ. ചേട്ടൻ മരുന്നെടുത്ത് തരും കേട്ടോ. എനിക്കറിയാം നിനക്ക് അവനെ ഇഷ്ടമല്ലെന്ന്. അവൻ നിന്നെ ശല്യപ്പെടുത്താറുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എപ്പോഴും അവൻ്റെ കാര്യം നോക്കും. എപ്പോഴെങ്കിലും എൻ്റെ പ്രശ്നത്തമ്മ ചോദിച്ചിട്ടുണ്ടാ അവൻ്റെ ട്രീറ്റ്മെൻറ്റ്? അവന് നിന്നെ എന്തുമാത്രം ഇഷ്ടം നിനക്കറിയും. എടാ, നീ വരുന്നില്ലേ? വാ, വേഗം റെഡിയാവ്.
ഇപ്പോൾ ലേറ്റ് ആവുമെന്ന് തോന്നുന്നു. നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. അയ്യോ ഇപ്പൊ വേണ്ട, നമുക്ക് ചേട്ടാ വന്നിട്ട് മുറിക്കാം. ചേട്ടന് വിഷമാവില്ലേ? ഇന്ന് രാത്രി അവന് വലിയ ഗിഫ്റ്റ് കൊടുക്കണം. നീയും അവനും തമ്മിൽ എനിക്ക് ഒരു വ്യത്യാസവും ഇല്ല. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കളിച്ചു വളർന്നവരാ. പക്ഷെ അതിൽ നീ മാത്രം വളർന്നു. അവനിപ്പോഴും ആ കുഞ്ഞ് തന്നെയാണ്. എടാ, ഒരു വർഷം മുമ്പ് നടന്ന എന്തെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടോ? ഇവിടെ തനിക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, അത് നടക്കത്തില്ല. മാഡം, മോനോ? ആ മനുഷ്യൻ ഇതുവരെ നിന്നെ അടിച്ചിട്ടുണ്ടോ? എൻ്റെ അച്ഛൻ ആ കുറ്റബോധം ഇപ്പോഴും ഉണ്ട്.
ചേട്ടാ തലയ്ക്കെല്ലാം സീരിയസ് ആയിട്ട് ഇഞ്ചുറി ഇട്ടിട്ടെന്ന് പറയുന്നുണ്ട്. എന്താവുമെന്ന് അറിയത്തില്ല. ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ എന്തായാലും വിഷമിക്കേണ്ട, അങ്ങോട്ടിരുന്നു, ഞാൻ നോക്കിയിട്ട് എന്തായാലും ഒന്ന് പറയാം. സർജറിയൊക്കെ കഴിഞ്ഞു. പക്ഷേ ചെറിയൊരു കുഴപ്പമുണ്ട്. അവന് ചെറുതായിട്ടൊരു ഷോർട്ട് ടൈം മെമ്മറി ലോസ് ഉണ്ട്. അപ്പോൾ ചില സമയത്ത് നടന്ന കാര്യങ്ങളൊന്നും ഓർമ്മ കാണത്തില്ല. അപ്പോൾ അത് നമ്മൾ പറഞ്ഞ് ഓർമ്മപ്പെടുത്താൻ നോക്കിയാൽ ചിലപ്പോൾ അതൊരു ട്രോമ പോലെ എഫക്റ്റാണ്. തൽക്കാലം സീനിയർ ഡോക്ടർ വിളിക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ അടുത്ത് പറയരുതെന്ന് ഞാൻ എൻ്റെ പേരൻസിൻ്റെ അടുത്തോട്ട് പറഞ്ഞത്. കാരണം അന്ന് ആക്സിഡൻ്റ് പറ്റി കൊണ്ടുവരുമ്പോൾ ഞാനായിരുന്നു അവിടെ. ഞാനും നിൻ്റെ മദറും ഉണ്ടായിരുന്നു അവിടെ. അപ്പോഴെനിക്ക് മനസ്സിലാവുന്നത് നിനക്ക് ഷോർട്ട് ടൈം മെമ്മറി ലോസ് ആണ് സംഭവിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ നിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട്സൊക്കെ അനലൈസ് ചെയ്തിട്ട് പറഞ്ഞതാണ്. ഡോക്ടേഴ്സിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ റെട്രോഗ്രേഡ് അമ്നീഷ്യ എന്നാണ് പറയുന്നത്. ഇവിടെ ഉണ്ട്. പേടിയാ. ചേട്ടന് ഇഷ്ടമല്ലേ?